രാത്രി ഏകദേശം 1:30 അടുത്തപ്പോഴാണ് പാലത്തിൻ്റെ അടുത്ത് നിന്ന് രണ്ട് പിള്ളേർ, നമ്മുടെ കുരിപ്പുഴക്കാരായ രണ്ട് പിള്ളേർ തന്നെയാണ് ആദ്യമായിട്ട് ഒരു ബോട്ട് തീ പിടിച്ചതായിട്ട് കണ്ടത്. ആ പിള്ളേർ ഓടി ഇക്കരെ കൂടെ വന്ന് മാക്സിമം ബോട്ടുകൾ കട്ട് ചെയ്ത് വിടാവുന്ന ബോട്ടുകളെല്ലാം കട്ട് ചെയ്ത് രക്ഷപ്പെടുത്തുകയാണ്. 10-25ഓളം ബോട്ടുകൾ കിട്ടുന്നതാണ് ഈ പ്രദേശത്ത്. ഏകദേശം 14ഓളം ബോട്ടുകൾക്കാണ് തീ പിടിച്ചിട്ടുള്ളതാണ്. 14ഓളം ബോട്ടുകൾക്കാണ് തീ 14 ബോട്ടുകൾക്ക് 14ഓളം ബോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് 9 ബോട്ടാണ് ഇപ്പൊ കത്തിപ്പോയതെന്നാണ് ഇത്. ആ ബോട്ട് അഴിച്ചു മാറ്റിയ ആള് പറയുന്നത് 9 ബോട്ടുകൾ ഒഴിച്ച് ബാക്കി അഴിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇത് കൃത്യമായി അറിയണമെങ്കിൽ അതിന്റെ ആൾക്കാർ എന്ന് വെച്ചാൽ ഇത് തമിഴ്നാട്ടുകാരുടെ ബോട്ടുകളാണ്. തിരുവനന്തപുരം സ്വദേശികളുടെ തിരുവനന്തപുരത്തിന് നമ്മളെ ബോർഡറിന് അപ്പുറത്തുള്ള അവര് ഇവിടുത്തെ ആൾക്കാരുടെ പേരിലാണ് ഇത് രജിസ്ട്രേഷൻ നടത്തുന്നത്. ബോട്ടുകളുമുണ്ട്. തിരുവനന്തപുരത്തുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ കുളച്ചൽക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് ബോട്ടുകളുണ്ട്. ഇതിന് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വലിയ മുതലാളിമാരല്ല. ഇതിനകത്തിൽ തന്നെ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഷെയർ ചെയ്താണ് ഈ ബോട്ടുകൾ വാങ്ങിയിട്ടുള്ളത്. അത് വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ബോട്ടുകളല്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. തൊഴിലാളികളാണ്. വളരെ മാത്രമല്ല ഈ ബോട്ടുകളുടെ ക്കാൾ കൂടുതൽ വില ഈ ഇതിനകത്തുള്ള വലയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. 50 ലക്ഷം രൂപ, ഏതോ 50 ലക്ഷം, 35 ലക്ഷം രൂപയോളം ബോട്ടിന് വേണം. 25 ലക്ഷം 30 ലക്ഷം രൂപയുടെ വല മാത്രമുണ്ട്. വലയ്ക്ക് മാത്രം 50 ലക്ഷം. 25, 30 മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള എന്ന് വെച്ചാൽ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഈ വലയുടെ വിലയും കൂടും. അത്രയും കൂടുതൽ തുക ചെലവഴിച്ചുള്ള ബോട്ടുകളാണ് അവർ. അത് നേരത്തെ പറഞ്ഞതുപോലെ വെറും പാവപ്പെട്ടവരാണ്. വളരെ നിർധനരായിട്ടുള്ള തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഇതിൻ്റെ അവർ ലോൺ എടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്.